മക്ക റോയൽ ക്ലോക്ക് ടവർ ലോകത്തിലെ ഏറ്റവും വലിയ ഗോൾഡ് പ്ലേറ്റർ ക്രസന്റ് ഉള്ള ക്ലോക്ക് ടവർ ആണ് മക്ക റോയൽ ക്ലോക്ക് ടവർ. ഈ ക്ലോക്ക് ടവർ നിർമ്മിക്കുന്ന സമയത്ത് സൗദി രാജാവിന് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ ക്ലോക്ക് ടവറിന് മുകളിലായി ഒരു ഗ്ലാസ് സ്ട്രക്ചർ വേണമെന്നും അത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു വലിയ ഡയമണ്ട് പോലെ തോന്നണമെന്നും ആ ഡയമണ്ട് സ്ട്രക്ചറിന് മുകളിലായി 24 കാരറ്റ് ഗോൾഡ് കവറിംഗ് ഉള്ള ഒരു ചന്ദ്രക്കല വേണമെന്നതായിരുന്നു. ഈ പറഞ്ഞ ആവശ്യം ഇത്രയും ഭാരം പിടിച്ച് ജോലി ചെയ്യാൻ അന്ന് ലോകത്ത് ഒരൊറ്റ കമ്പനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു ഫേമസ് ജർമ്മൻ കമ്പനി ആയിട്ടുള്ള റിവാജി MPH. പക്ഷേ ഈ കമ്പനിയുടെ എഞ്ചിനീയേഴ്സും ഇതിന്റെ ഓണറുമെല്ലാം മുസ്ലിം മതവിശ്വാസക്കാർ അല്ലായിരുന്നു. അതിവിടെ പറയാൻ കാരണം മക്കയിലേക്ക് പ്രവേശനമുള്ളത് മുസ്ലിങ്ങൾക്ക് മാത്രമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൂടാതെ സൗദിയിലെ നിയമങ്ങളും വളരെ കർശനമാണെന്നും നമുക്കറിയാം. അപ്പോ എങ്ങനെയാണ് സൗദി അറേബ്യ ഈ ഒരു പ്രശ്നത്തെ മറികടന്നിട്ടുണ്ടാവുക എന്നൊക്കെ നമുക്കിനി നോക്കാം. മക്ക റോയൽ ക്ലോക്ക് ടവറിന്റെ ഏറ്റവും മുകളിലെ ക്രസന്റ് അഥവാ ആ ചന്ദ്രക്കല ഭാഗത്തിന് രണ്ട് വലിയ പാസഞ്ചർ ബസ്സുകളുടെ ഭാരമുണ്ട്. അതുപോലെ 600 മീറ്ററോളം ഉയരത്തിലാണ് ഈ പറഞ്ഞ ചന്ദ്രക്കല അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നതും വലിയൊരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ്. കിലോമീറ്ററുകൾ അകലെ നിന്ന് വരെ കാണാൻ കഴിയുന്ന ഈ വലിയ ക്ലോക്കിന്റെ ഓരോ സൈഡും 43 മീറ്റർ വൈഡിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഈ ക്ലോക്കിന്റെ ഒരു സൈഡിന് മാത്രം ഏകദേശം 16,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുണ്ട്. ചുരുക്കം പറഞ്ഞാൽ 500 സ്ക്വയർ ഫീറ്റുകളുള്ള 35 വീടുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്ഥലമാണിത്. അപ്പോൾ തന്നെ ഇതിന്റെ വലിപ്പം എത്രയായിരിക്കുമെന്ന് നമുക്കൊന്ന് ഊഹിക്കാൻ സാധിക്കും. ഇതിന്റെ മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇത് നിർമ്മിക്കാനായിട്ടുള്ള ഇതിന്റെ ചിലവ് തന്നെയാണ്. 16 ബില്യൺ US$ അഥവാ ഇന്നത്തെ ഇന്ത്യൻ രൂപയുടെ മൂല്യം അനുസരിച്ച് 1,05,200 കോടി രൂപയോളമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മോസ്റ്റ് എക്സ്പെൻസീവ് സ്കൈ കോപ്പറിൽ 1-ാം സ്ഥാനത്തായി മക്ക റോയൽ ക്ലോക്ക് ടവർ ഇന്നും നിലനിൽക്കുന്നത്. ഇതുകൂടാതെ ഇന്നേ വരെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ 4-ാമത്തെ ബിൽഡിംഗും ഇതാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയായിട്ടുള്ള മസ്ജിദുൽ ഹറമിൽ നിന്നും വെറും 300 മീറ്റർ അകലെയായിട്ടുള്ള ഒരു വലിയൊരു കോംപ്ലക്സിന്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ക്ലോക്ക് ടവർ നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ന് ലോകത്തിലെ 4-ാമത്തെ ഉയരമുള്ള കെട്ടിടമായിരുന്നാലും ഇതിന്റെ നിർമ്മാണം ആരംഭിച്ച സമയത്ത് ഇത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമാക്കാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നത്. എന്നാൽ ഇതിന്റെ 600 മീറ്റർ ഉയരത്തിന്റെ പദ്ധതി പുറത്തറിഞ്ഞതോടുകൂടി ദുബായ് ബുർജ് ഖലീഫയുടെ ഉയരം കൂട്ടി വർദ്ധിപ്പിച്ച് ആ റെക്കോർഡ് സ്വന്തമാക്കി. ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ വർഷവും ഹജ്ജിനായി ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും എത്തുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഒരു പുണ്യഭൂമിയാണ് മക്ക. ഹജ്ജിന്റെ സീസൺ അല്ലാത്ത സമയത്തും മസ്ജിദുൽ ഹറം ആളുകളെ കൊണ്ട് തിങ്ങി നിറയും. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയുടെ വരുമാനത്തിന്റെ 2-ാമത്തെ സ്രോതസ് എന്ന് പറയുന്നതും റിലീജിയസ് ടൂറിസം തന്നെയാണ്. ഓരോ വർഷവും 12 ബില്യൺ ഡോളറോളമാണ് ഇതിൽ നിന്നും സൗദി അറേബ്യക്ക് ലഭിക്കുന്നത്. കൂടാതെ മക്കയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹോട്ടൽ റൂമുകളുള്ള സിറ്റി എന്ന് പറയുന്നത്. ഇവിടെ മാത്രം 2,50,000-ലധികം റൂമുകളാണുള്ളത്. 2-ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് 1,40,000-ലധികം റൂമുകളുമായി ദുബായിയാണ്. 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ലാസ് വെഗാസുമാണ്. ഹജ്ജിന് വരുന്ന തീർത്ഥാടകരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അന്നത്തെ കിങ് അബ്ദുൽ അസീസ് എന്ന രാജാവ് അജിയാദ് എന്ന പേരുള്ള ഒരു കോട്ട പൊളിച്ചു കളഞ്ഞ് ഇവിടെ ഒരു വലിയ കോംപ്ലക്സ് നിർമ്മിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ആദ്യം ഹോട്ടലുകൾ നിർമ്മിക്കാനായിരുന്നെങ്കിലും പിന്നീട് അതിൽ ഒരു ടവർ പ്രത്യേകതയുള്ളതാക്കാൻ തീരുമാനിച്ചു. അതിനെ മസ്ജിദിന്റെ മിനാരമായി ഉപയോഗിക്കാമെന്നും കരുതി അതിന്റെ ഉയരം കൂട്ടാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആദ്യമായി 450 മീറ്റർ ഉയരത്തിലാണ് ഈ ടവർ പ്ലാൻ ചെയ്തിരുന്നത്. അതനുസരിച്ച് ഇതിന്റെ ഫൗണ്ടേഷനും നിർമ്മിച്ചിരുന്നു. എന്നാൽ 450 മീറ്റർ വരെ നിർമ്മാണം കഴിഞ്ഞ ശേഷം അത് 600 മീറ്ററായി ഉയർത്താൻ തീരുമാനിക്കുകയാണ്. ഇതോടുകൂടി പഴയ ഫൗണ്ടേഷനിൽ കൂടുതൽ ഭാരം നൽകുന്നത് വളരെ അപകടകരമായിരുന്നു. ഇതിനിടെയാണ് സൗദി രാജാവിന്റെ ആ പുതിയ ആഗ്രഹം വന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഘടികാരവും അതിനു മുകളിൽ ഒരു വമ്പൻ വജ്ര രൂപത്തിലുള്ള ഫസാഡും അതിന്റെ മുകളിൽ ഗോൾഡ് പ്ലേറ്റ് ക്രസന്റും വേണമെന്ന്. ഇതെല്ലാം കണ്ട് എഞ്ചിനീയർമാർ കണക്കു കൂട്ടിയത് മുകളിലെ 150 മീറ്റർ ഭാഗത്തിന്റെ ഭാരം 36,000 ടണ്ണിൽ കൂടുതലാകരുത് എന്നാണ്. അതിനാൽ വളരെ ലഘുവായെങ്കിലും ശക്തമായ സ്റ്റീൽ ഘടന രൂപകൽപ്പന ചെയ്തു. ഫ്ലോറുകളുടെ മധ്യഭാഗം ഹോളോ ആയി വെച്ചത് ഭാരം കുറക്കാനായിരുന്നു. ഇന്നവിടെ
ഇവിടെ ഉള്ളത് ആർട്ട് വർക്കുകൾ തൂക്കിയിരിക്കുന്നതാണ്. ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ക്ലോക്ക് ടവർ നിർമ്മിക്കാൻ ജർമ്മനിയിലെ 165 വർഷത്തെ പരിചയമുള്ള പെരറ്റ് എന്ന കമ്പനിയെ തിരഞ്ഞെടുത്തു. 450 മീറ്റർ ഉയരത്തിൽ ഇത്തരമൊരു ഘടികാരം നിർമ്മിക്കുകയും അത് രാജാവ് പറഞ്ഞ രീതിയിൽ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുക എന്നത് അന്നത്തെ ആ ഒരു കാലത്ത് വലിയ വെല്ലുവിളിയായിരുന്നു. ഈ ക്ലോക്കിന്റെ വലിയ സൂചി 23 മീറ്ററും ചെറിയത് 17 മീറ്ററും നീളമുള്ളതാണ്. വലിയ സൂചി നേരെ ഒന്ന് പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അതിന്റെ നീളം 5 നില കെട്ടിടത്തിന് ഉയരമായിരിക്കും. 600 മീറ്റർ ഉയരത്തിൽ മണിക്കൂറിൽ 200 കിലോമീറ്ററിലധികം വേഗത്തിൽ കാറ്റടിക്കാം. അതിനാൽ തന്നെ ഈ പറഞ്ഞ സൂചികൾ പറന്നു പോകാതിരിക്കണം. അവസാനം കാർബൺ ഫൈബർ ഉപയോഗിച്ചാണ് സൂചികൾ നിർമ്മിച്ചത്. ഇത് പൊതുവെ സ്റ്റീലിനേക്കാൾ ഭാരം കുറവായുള്ളതും കൂടുതൽ ശക്തവുമാണ്. തുരുമ്പെടുക്കാൻ സാധ്യത വളരെ കുറവുമാണ്. 4 ഭാഗത്തെയുമുള്ള ക്ലോക്കുകൾക്കായി 5 സെറ്റ് സൂചികൾ ഉണ്ടാക്കി. ഒന്ന് അധികമായി സ്പെയർ ആയി സൂക്ഷിച്ചു. ഓരോ സൂചിയും വേർതിരിച്ച് ട്രെയിലറുകളിൽ മക്കയിലേക്ക് കൊണ്ടുവന്നു. അവയുടെ ഉള്ളിലൂടെ മനുഷ്യർക്ക് നടക്കാൻ പോലും കഴിയും. രാത്രിയിലും ഈ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം വ്യക്തമായി കാണാനായിട്ട് വിവിധ പരീക്ഷണങ്ങൾ ഇതിന്റെ മേലെ നടത്തി. ആദ്യം വെള്ള LED ലൈറ്റുകൾ പരീക്ഷിച്ചെങ്കിലും പിന്നീട് പച്ച LED കളാണ് തിരഞ്ഞെടുത്തത്. ഇപ്പോൾ 8 കിലോമീറ്റർ അകലെ നിന്നും വ്യക്തമായി രാത്രിയിലും ഈ സമയം കാണാം. ഈ ടവറിൽ മൊത്തമായിട്ട് 4 ഭാഗങ്ങളിലുമായിട്ടുള്ളത് 20 ലക്ഷം LED ലൈറ്റുകളാണ്. ഇനിയാണ് ക്ലോക്ക് ടവറിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം, ക്രസന്റ് നിർമ്മിക്കൽ. 75 അടി ഉയരവും ഏകദേശം അത്ര തന്നെ വീതിയുമുള്ള ഈ ക്രസന്റ് ഫൈബർ ഗ്ലാസും കാർബൺ ഫൈബറും ചേർത്താണ് നിർമ്മിച്ചിട്ടുള്ളത്. എങ്കിലും ഇതിന്റെ ഭാരം 35 ടണ്ണോളം ഉണ്ടായിരുന്നു. മുകളിലുള്ള ഫസാഡിന്റെയും ക്രസന്റിന്റെയും ജോലികൾ റിവ കമ്പനിക്കാരായിരുന്നു ഏറ്റെടുത്തിരുന്നത്. എന്നാൽ ഇവിടെ മറ്റൊരു പ്രശ്നവും ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ എഞ്ചിനീയർമാർ മുസ്ലിങ്ങൾ അല്ലാത്തതിനാൽ ചിലർ മക്കയിൽ പ്രവേശിക്കാനായിട്ട് ഇസ്ലാം മതം സ്വീകരിക്കേണ്ടി വന്നു. മതം മാറാൻ തയ്യാറാകാത്ത മറ്റു എഞ്ചിനീയർമാർ ദുബായിൽ നിന്നുകൊണ്ട് ഘടികാരം നിർമ്മിച്ചു. പിന്നീട് അത് മക്കയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ക്രസന്റിൽ ഈ കാണുന്നത് പോലെ സ്വർണ്ണ പാളികൾ നൽകാൻ ഏകദേശം 10 കോടി മൊസൈക്ക് ടൈലുകൾ ഉപയോഗിച്ചു. ഓരോ ടൈലിനും സ്വർണ്ണ പാളികൾ പൂശിയിരുന്നു. ഈ കാണുന്ന ക്രസന്റ് ഒരേ ഭാഗമായിരുന്നെങ്കിലും അത് മുകളിലേക്ക് ഉയർത്തുന്നത് വളരെ അസാധ്യമായ ഒരു കാര്യമായിരുന്നു. അതിനാൽ ഇതിനെ 4 ഭാഗങ്ങളിലാക്കിയിട്ടാണ് നിർമ്മിച്ചെടുത്തിരുന്നത്. ഓരോ ഭാഗത്തിനും ഏകദേശം 4 ടണ്ണോളം ഭാരം ഉണ്ടായിരുന്നു. 600 മീറ്റർ ഉയരത്തിൽ ക്രസന്റ് സ്ഥാപിക്കൽ അത്യന്തം അപകടം പിടിച്ചൊരു ജോലിയായിരുന്നു. ഒരു ഭാഗം ഉയർത്തി കൊണ്ടുവരുന്നതിനിടെ ശക്തമായ കാറ്റ് വീശി. പെൻഡുലം ഇൻഫെക്റ്റ് മൂലം ഇതിന്റെ ഭാരം ഇരട്ടിയാക്കാമായിരുന്നു. ചില തൊഴിലാളികൾ കയറുകൾ ഉപയോഗിച്ച് അതിനെ പിടിച്ചു നിർത്തി. ഒടുവിൽ ഒരുപാടധികം സമയമെടുത്ത് സുരക്ഷിതമായി അതവിടെ ഫിറ്റ് ചെയ്തു. ഈ ക്രസന്റിനകത്ത് 3 നിലകളുണ്ട്. ഒരു ഓഫീസ്, ഒരു മീറ്റിംഗ് റൂം, ഒരു മസ്ജിദ്. മനുഷ്യർ നിർമ്മിച്ച ഘടനകളിൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള മസ്ജിദ് ഇതാണ്. 2002 ആരംഭിച്ച നിർമ്മാണം 9 വർഷങ്ങൾക്ക് ശേഷം 2011 പൂർത്തിയായി. ഏറ്റവും തിരക്കേറിയ സമയത്ത് 20,000 തൊഴിലാളികൾ ഒരുമിച്ച് ഇവിടെ ജോലി ചെയ്തിരുന്നു. ഈ ഘടികാരം അറ്റോമിക് ക്ലോക്കുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ ലോകത്തിലെ ഏറ്റവും കൃത്യതയുള്ള ഘടികാരങ്ങളിൽ ഒന്നായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. രാത്രിയായാൽ 20 ലക്ഷം LED ലൈറ്റുകൾ കൊണ്ട് ഇത് പ്രകാശിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെ 25 കിലോമീറ്റർ അകലെ നിന്ന് പോലും ഇതിലെ സമയം കാണാൻ സാധിക്കും. ഈ ടവറിന്റെ ആർക്കിടെക്ചർ ആയിട്ടുള്ള ഗുണ്ടർ നെല്ലസ് എന്ന വ്യക്തിക്ക് ഈ ക്ലോക്ക് ടവർ ഇതുവരെയും അടുത്തുനിന്ന് കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. പകരം അദ്ദേഹം ദൂരെ നിന്ന് ഈ ടവർ കാണുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒഫീഷ്യലി ആയിട്ട് രേഖപ്പെടുത്താത്ത 8ാമത്തെ ലോക അത്ഭുതമായി ഇന്നും മക്ക റോയൽ ക്ലോക്ക് ടവർ നിലകൊള്ളുന്നു. അപ്പോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. അപ്പോ നാളെ അടുത്തൊരു വീഡിയോയുമായി കാണാം.